ശ്രീലങ്കയിൽ ജനങ്ങൾ ഇരച്ചു കയറി പ്രസിഡന്റിൻ്റെ വസതി തകർത്തതുപോലെ, പാർലമെൻറ്റ് തകർത്തതുപോലെ പാകിസ്ഥാനിൽ ഒരു വലിയ, ഇപ്പം തന്നെ പ്രക്ഷുബ്ധമാണ് പാകിസ്ഥാൻ. നമുക്കറിയാമല്ലോ, ബലൂചിസ്ഥാൻ ആയാലും POK ആയാലും സിന്ധ് ആയാലും ഒന്നും തന്നെ സുരക്ഷിതമായി, പസ്തൂൺ കൈവ് മേഖല പോലും അല്ലേ, കൈവ് മേഖല പോലും സുരക്ഷിതമല്ലാതിരിക്കുമ്പോൾ ഇമ്രാൻഖാൻ്റെ ഒരു മരണവും കൂടെ വന്നാൽ ഒരുപക്ഷെ പാക് ജനത മുഴുവൻ പേരെയും നിഷ്പ്രഭമാക്കും, മുഴുവൻ ഭരണത്തലവന്മാരെയും ചിലപ്പോൾ വകവരുത്തി കളയുന്നവരെ ഭയമുണ്ട്. ഇത് മാത്രമല്ല, പാകിസ്ഥാനിലെ പട്ടാളത്തിൻ്റെ ഒരു വിഭാഗം, അതായത് മേൽത്തട്ടുകാർ അസീം മുനീറിനോടൊപ്പം നിൽക്കുമ്പോൾ കീഴ്ത്തട്ടിലും മധ്യവർഗത്തിലുമുള്ള ഓഫീസേഴ്സ് അടക്കമുള്ള ഒരു വിഭാഗം ഇമ്രാൻഖാനാണ് ഇതിൻ്റെ പരിഹാരം, പാകിസ്ഥാൻ്റെ ഇന്നത്തെ നിലയുടെ പരിഹാരം. എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻ്റ് ആയാലും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആയാലും രാഷ്ട്രത്തിൻ്റെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായാലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.